രാമേട്ട, ഒരു കപ്പ് ചായ എടുത്തേ. എല്ലാരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. ആ മോനെ സദാശിവ, അതെന്നെ കാണണമെന്ന് വെച്ചിരിക്കണായിരുന്നു ഞാന്. എനിക്ക് നാളെ മെമ്പറിന്റെ അടുത്ത് വരെ പോയിട്ടൊരു ഹെൽപ്പ് വേണമായിരുന്നു. നീ ഒന്ന് കൂടെ വരൂ സദാശിവ? ആ, അതിനെന്താ, ഏട്ടൻ നാളെ പോകുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. സദാശിവ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോണ്ട് നാട്ടുകാരുടെ. നീ ഇല്ലായിരുന്നു കഷ്ടപ്പെട്ടു പോയിരുന്നു മോനെ ഞാന്. ഓ വന്നു പേഴ്ചവൻ. രാമേട്ട, ഒരു കപ്പ് ചായ. നല്ലപോലൊക്കെ ജയിച്ചിരുന്നെങ്കിൽ ചായക്കട സാറിന്റെ അവസ്ഥയിൽ വരില്ലായിരുന്നു. ഇതിപ്പോ ഇന്നും ചായക്കടയിലില്ലല്ലോ. പൈസ പറ്റില്ല, എഴുതിക്കോ, ഞാൻ കൊടുക്കാനുണ്ട്. തല്ലുകൊല്ല ആരുമില്ല എന്നിട്ടാ നായ. അതൊക്കെ വിടേട്ടാ, എന്തെങ്കിലും ആയിക്കോട്ടെ. മനുഷ്യന്മാരെ പറയിപ്പിക്കാനുള്ള ഒരു സാധനം. എനിക്ക് വിശന്നിട്ട് വയ്യ. എത്ര നേരമായി വരാൻ നോക്കി. ഓ, ഇങ്ങനൊരു ടീച്ചർ ബ്രാൻഡി കുറച്ചിട്ട് താഴെ കഴിക്കില്ലല്ലോ. ടീച്ചർ ബ്രാൻഡ് മറ്റാ കൂടുതൽ പറഞ്ഞോണ്ടല്ല പുറത്തേക്ക് വരണം മുന്നിൽ. ആ, നീ മുന്നിലാവാ, ഞാനത് നിന്നേരല്ലോ. അപ്പൊ കാണിച്ചു തരാടില്ല ആരാണ്. എന്തായാലും തൊഴിൽ നാളെ കൊണ്ടുണ്ടാതൊക്കെ ചേച്ചി ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് നോക്ക്. ഓ, ഇതാണല്ലേ കാരണം. ഓ ചേച്ചി, അത് നാളെ വരുന്നു. അയ്യാ, കുട്ടി സംസാരിച്ചു വരാൻ നോക്ക്. ഇതൊക്കെ ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു. കുട്ടി സംസാരിച്ചു വരാൻ നോക്കി. പെട്ടെന്ന് വരണോ? അടുക്കാന്നാ പോലെ ചേച്ചി. പെട്ടെന്ന് പോയി വന്നേക്കിട്ടോ. നമ്മളെ അമ്മ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. പെട്ടെന്ന് വരാൻ നോക്കി. കൊഞ്ച എന്റെ പെണ്ണുങ്ങളാണ് പോയിട്ട് ഇതുവരെ വീട്ടിലേക്ക് വരാനായിട്ടില്ല. ലഞ്ചിന് വെച്ചിട്ട് കണ്ണു കാണാൻ വീട്ടത് എവിടെയാണ്? എവിടെയായിരുന്നു പോയതാവുന്ന അമ്പലത്തിൽ ചെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്പലത്തിന് ഇത് നാട് കൂട്ടിയിട്ട് ഇറങ്ങാനുള്ളതുണ്ട്. എന്താ ജലജീവിയോ ഇത്ര നേരം കാല് വെള്ളത്തിലിട്ടിരിക്കാൻ? നിനക്കല്ലേ എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടേ പറഞ്ഞത്? നീ ചിരിച്ചോണ്ട് നിൽക്കാം. പോവാൻ നോക്കണേ. ഭക്ഷണം വെച്ചോ. അത് ഇത്ര നേരമായിട്ട് ബസ് വരാത്തെ? കുറച്ച് എന്തെങ്കിലും വരുമോ? എത്ര നേരം? കുറെ നേരമായി നീ വന്നിട്ടേ. ഞാനിന്ന് അമ്പലത്തിൽ പോയി, അതുകൊണ്ടാ വരാൻ നേരം വൈകിയേ. ആ, വന്നിട്ട് കുറച്ചായി, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ ഇന്ന് മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടല്ലോ, എന്താ പറ്റിയേ? എന്താ സന്തോഷം? ഒരു സന്തോഷമില്ല, എന്റെ മുഖമൊന്നും അങ്ങനെ തന്നെ. നാളെയൊന്നും പറയണ്ട, ഇന്ന് നീ ദേവേടനുണ്ടോ, അതാണോ മുഖത്ത് ഇത്ര സന്തോഷം? കണ്ടു, ഞാൻ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോ ഞാൻ കണ്ടു. നിനക്കൊന്നും
നേരിട്ട് അയാളോട് പറഞ്ഞൂടെ? എത്ര കാലം നിങ്ങൾ ഉള്ളി വെച്ച് നടക്കും? ഞാൻ പറയും, ഒരു ദിവസം ഞാൻ പറയും ദേവേട്ടനോട്. പക്ഷെ അതിപ്പോ വേണ്ട. എടി, പക്ഷേ നിനക്ക് ദേവേട്ടൻ്റെ പാസ്റ്റ് അറിയണതല്ലേ? സ്വന്തം പെങ്ങളെ അയാൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് നീ അയാളോട് എങ്ങനെ ഇഷ്ടപ്പെടാനാ? ഇല്ല, ദേവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. ഇത്രയും നാട്ടുകാർ പറഞ്ഞിട്ടും നീ ഇതിനാ ദേവേട്ടനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നാട്ടുകാരെന്താണ് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ദേവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എടി, തൃശ്ശിക്ക് നമ്മൾ അതേ പ്രായമുള്ളൂ. എനിക്ക് ഉറപ്പാ ഒരിക്കലും ദേവേട്ടൻ അങ്ങനെ ചെയ്യില്ല. കാരണം തൃശ്ശിനോട് പറഞ്ഞിട്ടുള്ളതാ ദേവേട്ടന് ഇത്രമാത്രം അവളോട് ഇഷ്ടമുണ്ടെന്ന്. ആ ദേവേട്ടൻ ഒരിക്കലും തൃശ്ശിയോട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഞാനില്ല, പക്ഷെ എല്ലാ വിശ്വാസം സത്യമാണെന്ന് വിചാരിക്കരുത്, സൂക്ഷിക്കണം. എനിക്ക് അയാളെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. എനിക്ക് മനസ്സിലാവാന്നിട്ടില്ലേടി, നിനക്ക് എന്നോട് അത്രയും ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് നീ എന്നോട് നിനക്ക് പറയുന്നത്. പക്ഷേ ദേവേട്ടനെ മറക്കാൻ മനസ്സിനോട് പറയരുത്, അതാര് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. നീ അത് വരും, നമ്മൾ ക്യാൻറ്റീനിൽ പോയി 2 സമൂസയും ചൂട് ചായ കുടിച്ചിട്ട് വരാം. ഇനി നാളെ വരുമ്പോഴാട്ടോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണ്ടേ. ഞാനത് പറയാൻ വിട്ടുപോയി, ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേ. നാളെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ആ ഹരി, നാളെ സബ്മിറ്റ് ചെയ്യാം. ഇനി നിനക്ക് എൻ്റെ വീടിന് അത് കൂടെ വരാൻ പറ്റുമോ? ഈ വഴി തന്നെ പോകണം. അയ്യോ സോറി ഡേ, ഇന്ന് വരാൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മാമനും മാമിന്ന് വീട്ടിലേക്ക് വരുന്നത്. അപ്പം നിൻ്റെ വഴി വന്ന് ഞാൻ കറങ്ങി പോകണ്ടേ. അമ്മ നല്ല നേരത്തെ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാട്ടോ. എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ആ വഴിയിൽ ആ തട്ടുകാരുടെ മുന്നിലെത്തുമ്പോഴേ കുറേ ചെക്കന്മാരുണ്ട്. അവർ വരുത്ത് നോക്കി ഒരു കമൻ്റ് അടിക്കുകയും ചൂട് വിളിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ ചോദിച്ചത്, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. അത് സാറില്ല, ഞാൻ മറ്റേ അമ്പലത്തിൻ്റെ പിന്നിൽ കൂടെ പോയിക്കോളാം. ആണോ? എടി, നിങ്ങൾക്ക് ഒരാവശ്യമായി പോകണ്ടായിട്ട് വരാൻ പറ്റാതിരുന്നേ. ഐ എം റിയലി സോറി. അമ്പലത്തിന് നോക്കുമ്പോൾ സൂക്ഷിക്കണം, അധികം ആരില്ലാത്ത സ്ഥലമാണേ. ആര്യ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചു പോകണ്ട. എന്നാൽ ശരി, ബൈ, നാളെ കേട്ടോ. ഈശ്വര, ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. എന്തോ ആലോചിക്കുന്നു, കാണാത്ത പോലെ പോവാം. നീ എന്താ ഇത് കൂടെ അല്ലല്ലോ വരാറ്? അത് മറ്റേ റൂട്ടില് കുറച്ച് ചെക്കന്മാരുണ്ട്, അവരുടെ കമന്റ് അടിക്കൊക്കെ ചെയ്യും. അത് ഭയങ്കര ബുദ്ധിമുട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത്. ആ വഴികളെ ഇടകൂടം പിടിച്ച വഴി കൂടെയാണോ നിനക്ക് വരാൻ തോന്നിയപ്പോ? അത് പിന്നെ ആ ചെക്കന്മാർ അത്രയും ശല്യമാണ്. നീ ഒരു കാര്യം ചെയ്യും, ബൈക്കിൽ കയറി, ഞാൻ നിന്നെ പിന്നെ അവിടെ കൊണ്ടുപോയി ഇറക്കി തരാം. വേണ്ട ദേവേട്ടാ, ഞാൻ നടന്ന് പൊക്കോളാം. അതത്ര സേഫ് അല്ല, നീ കയറാൻ നോക്കൂ, ഞാൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. അല്ല, എന്നാലും അത് നീ കയറുന്നുണ്ടോ അതായത് ഞാൻ പിടിച്ചിരുത്തണോ? നീ ഇവിടെ ഇറങ്ങിക്കോ, ആ കാണാനല്ലേ നിന്റെ വീട്. വേറെ ആൾക്ക് ഞാനില്ല, നിന്റെ മാമനെ എനിക്ക് കണ്ടുകൂടാ. പിന്നെ താങ്ക്സ്, വീട്ടില് കൊടുന്നാക്കി. നീ ചെല്ലാൻ നമുക്ക് വീട്ടിലേക്ക്. നീ എവിടെ ഇരുന്നടി? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു മാമ. പെട്ടെന്ന് കുളിച്ചിട്ട് വാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് ഭയങ്കര രസമായിരുന്നു. ഞാൻ മൈൻഡ് ഉണ്ടോ നോക്കിയ ഒരു ഫോൺ തിന്നായിരിക്കുക. എടാ, ഫോൺ ചെവിയിൽ എടുക്കുക, ചെക്ക് സമാധാനം കൊടുക്കുക. ഞാൻ പിന്നെ വിളിക്കാതെ, ഇവിടെ ഒരു പട്ടി നിന്ന് കുറയ്ക്കുന്നുണ്ട്. പട്ടിയോ? എനിക്ക് കുരുപ്പൻ മഴത്ത് സംസാരിച്ചോളൂ, ഞാനൊരു ചേച്ചി, അത് മറക്കണ്ട. സൗകര്യമില്ല, നീ പിന്നെ കേസ് കൊടുക്കും. നിന്നുണ്ടല്ലോ, ഇപ്പൊ കുറച്ച് തിരക്കായി പോയി, അല്ലെങ്കിൽ കാണിച്ചറിയായിരുന്നു. അയ്യേ, എനിക്കൊന്നും കാണണ്ട. ഷെയിംലെസ് പീപ്പിൾ. ഞാൻ ഇപ്പോൾ കുളിക്കാം, ഇനി ഇവിടെ നിന്ന് ഒരു കൊല നടക്കും. എല്ലാവരോടും കൂടി മാമനൊരു കാര്യം പറയാനുണ്ട്, പ്രത്യേകിച്ച് ഗൗരിമോളോട്. പറഞ്ഞോളൂ മാമ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ പറയാനുണ്ട്. ഇവനെന്ന് രാവിലെ മുതൽ പറയാൻ തുടങ്ങിയതാ, എന്തോ പറയാനുണ്ട്, ഗൗരിമോൾ വന്നിട്ട് പറയാന്ന്.
ആര് ചേച്ചി പറയുന്നേ? നമ്മുടെ ഗൗരിമോളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു. നമ്മളെ തെക്കേടുത്ത സുനിയില്ലേ, അവന്റെ മോൻ ഹരി ഇപ്പോ അമേരിക്കയിൽ എന്തോ വലിയ ഡോക്ടറായിട്ട് ജോലി ചെയ്യാ. അവന് വളരെ താല്പര്യമുണ്ട് അത്രേ. അപ്പോ ഞാൻ ആലോചിക്കാന്ന് വിചാരിച്ചു. ഈ കല്യാണം നടക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് നല്ലതാ. ചേച്ചി എത്ര കാലമായി രണ്ട് മക്കളെ വെച്ച് കഷ്ടപ്പെടുന്നു. ഈ കല്യാണം നടന്ന ഗൗരിമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. മാമ എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചൂടെ? അങ്ങനെ പഠിക്കുന്ന എത്ര പേരുണ്ട്. അതേപോലെ പഠിക്കണം. അവൻ നിന്നെ പഠിപ്പിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. അമേരിക്കയിലെ ചെക്കനല്ലേ, അവർക്ക് അതിനൊക്കെ പറ്റി നല്ല അറിവാകും. നീ അവനെ കല്യാണം കഴിക്കാൻ നല്ലതാ. ഈ കല്യാണം എന്തായാലും സദാശിവൻ നടത്തും. അതെന്റെ വാക്കാ. ഈ കല്യാണം നടക്കില്ല. എനിക്ക് വേറെ ആളെ ഇഷ്ടാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എന്ത് ധിക്കാരം പറയുന്നു? നിനക്ക് വേറെ ആളെ ഇഷ്ടമോ? ആരാടിയത്? ഇപ്പൊ തന്നെ പറ. ആരാടിയത്? ഇതിനെ വീടാണോ നിന്നെ അയാൾ പഠിപ്പിക്കാൻ അയച്ചേ? അതെനിക്ക് ദൈവമായിട്ടും ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിക്കാൻ ദൈവമായിട്ടനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ദൈവമായിട്ടനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. ദേവനോ? ഈ നാട്ടുകാരെ കൊണ്ട് പഠിപ്പിക്കുന്ന ദേവനെ മാത്രമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്. അവനായിട്ടുള്ള കല്യാണം നിനക്ക് എന്തായാലും നടത്തി തരാൻ പോണില്ല. സ്വന്തം പെങ്ങളെ തന്നെ നിനക്ക് കെട്ടണല്ലേ? നാളേക്ക് നിന്നെ ചെയ്യുന്നത് എന്തോ ഉറപ്പ്? ഇനി ഇവിടെ പറഞ്ഞു പോരുത്. ഒരു കുടുംബത്തിന് മുഴുവൻ സമാധാനം കണ്ടപ്പോ നിനക്കിപ്പോ തൃപ്തിയായില്ലേ? അമ്മ ഞാൻ പറയുന്നത് കേക്ക്, ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഒന്നും മനസ്സിലാക്കാനില്ല. നിന്റെ കല്യാണം ഭാര്യയായിട്ട് തന്നെ നടക്കും. ഞാൻ നടത്തും. നീ നോക്കിപ്പോ. വേറെ ആരെ ഇഷ്ടപ്പെടാൻ കിട്ടിയില്ല. ദേവന് തന്നെ കിട്ടിയുള്ളൂ. അമ്മ പ്ലീസ് പറയരുത്. അതിനോട് പറ്റും. കേറി പകുതി അകത്തേക്ക്. അടുത്ത ദിവസം ഒരു പെണ്ണാണ് വരുമ്പോ കണ്ണൂർ പിസാടെ നിന്ന്. നാളെ ഞാൻ ദേവനെ പോയി കാണുന്നുണ്ട്. എന്തുകൊണ്ട് എന്റെ കുട്ടീനെ മയക്കെടുത്തെന്ന് എനിക്ക് അറിയണല്ലോ. അലവലാതെ നിന്നെ തന്നെയാ വിളിച്ചത്. ഇവിടെ നോക്ക്. എന്റെ ഉള്ള കൊച്ചിനെ തന്നെ പ്രേമിക്കണല്ലേ? താൻ എന്താ പറയുന്നേ? തന്നെ ഉള്ള ആരെ പ്രേമിച്ചു എന്നാ പറയുന്നേ? എന്താ അഭിനയിക്കുക? എന്റെ ഉള്ള ഗൗരിയെ പ്രേമിച്ചതും പോലെ എന്തിനാണ് അഭിനയി? ഗൗരി അമേരിക്കയിലെ ഡോക്ടർ സെക്കൻഡൊന്നും പറ്റില്ലത്രേ. നിന്നെ തന്നെ കല്യാണം കഴിക്കും, നിന്നെ മാത്രം സ്നേഹിക്കും എന്ന് പറഞ്ഞ് കണ്ണൊലിപ്പിച്ച് നിൽക്കുക അവിടെ. എനിക്ക് ജന്മത്തോളം കാലം അതൊരിക്കലും ഉണ്ടാവില്ല. നീ ഗൗരിയുടെ കൺവെട്ട് പോലും വന്നു പോകരുത്. മോളെ, നീ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എത്ര കരഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല. ദേവനെ പുത്രാളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരില്ല. മാമന്റെ വാക്ക് ധിക്കരിക്കാന്ന് നീ വിചാരിക്കണ്ട. ചേച്ചിയൊന്നും കാര്യമാക്കണ്ട. ഞാൻ ഗൗതമേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഗൗതമേട്ടൻ ദേവേട്ടനോട് പോയി സംസാരിക്കും. ആരൊക്കെ പോയി സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ശരിയാക്കുന്നത്? മാമൻ ദേവേട്ടന്റെ കൂടെ എന്ത് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല.